അപ്പോൾ ലഹരിയെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏറെ കത്തി നിൽക്കുന്നൊരു വിഷയമെന്ന് പറയുന്നത് കളമശ്ശേരിയിലെ കഞ്ചാവ് വേട്ടയാണല്ലോ. ഏതായാലും മറ്റു മാധ്യമങ്ങൾ അത് വിട്ടമട്ടാണ്. കാരണം പ്രതിസ്ഥാനത്ത് മുഴുവൻ KSU നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ പതിയെ തലയൂരുകയാണ് മറ്റു മാധ്യമങ്ങൾ. പക്ഷേ നമുക്കങ്ങനെ പോകാൻ കഴിയില്ലല്ലോ. നമ്മളിതിൽ രാഷ്ട്രീയം കണ്ടിറങ്ങിയവരല്ല. ഈ നാടിനെ ഈ വലിയ വിപത്തിൽ നിന്ന് കരകയറ്റുക എന്ന വലിയ ഉദ്ദേശലക്ഷ്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വാർത്തകൾ അങ്ങനെ ഒഴിവാക്കാൻ കഴിയില്ല. ഏതായാലും കളമശ്ശേരി കഞ്ചാവ് കേസിൽ KSU നേതാക്കൾക്ക് കഞ്ചാവ് വിറ്റ ഉത്തരേന്ത്യൻ സ്വദേശികൾ കൊച്ചിയിലെ കഞ്ചാവ് വിൽപ്പനയിലെ പ്രധാനികളാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എവിടെയൊക്കെയാണ് ഇവർ കഞ്ചാവ് വിറ്റിരുന്നത് എന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. ആർക്കൊക്കെ ഇവരുമായി കഞ്ചാവ് ലഹരി ഇടപാടുണ്ട് എന്നും പരിശോധിക്കും. അർച്ചന ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. നമുക്ക് നോക്കാം പോലീസിന്റെ അന്വേഷണം ഏത് വഴിക്കാണ് മുന്നോട്ട് പോകുന്നതെന്ന്. അർച്ചന, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മുഴുവൻ KSUവിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരാണ്. മുൻ യൂണിറ്റ് സെക്രട്ടറിയും ഇപ്പോഴത്തെ ഭാരവാഹികളും ഒക്കെ അതിൽ പ്രതികളായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റു മാധ്യമങ്ങൾ ഇത് വച്ചൊഴിഞ്ഞ മട്ടാണ്. അങ്ങോട്ടേക്ക് ഇനി തിരിഞ്ഞു നോക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട കണ്ണികളാണ് എന്ന് കരുതുന്ന ഉത്തരേന്ത്യൻ സ്വദേശികൾ പിടിയിലായിട്ടുണ്ടല്ലോ. ഇവരുടെ ഒരു സഞ്ചാര വഴികളിലൂടെ പോലീസ് എത്തുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? മനു, ഗുഡ് മോർണിംഗ്. പ്രധാനമായും ഈ കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലേക്ക് തന്നെയാണ് സംഘം കടക്കുന്നത്. അതിൽ പ്രധാനമായും ഇപ്പോൾ നിർണായകമായത് രണ്ട് ഉത്തരേന്ത്യക്കാർ പിടിയിലായ എന്താണ്, ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുക ദൗത്യം. ഇവരെ പ്രധാനമായും ഈ റിമാൻഡിലാക്കിയിട്ടുണ്ട്. അവരെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിശദമായി ചോദ്യം ചെയ്യും. നിലവിൽ ഈ 2 ഉത്തരേന്ത്യക്കാർ ഉൾപ്പെടെ 7 പേരാണ് പോലീസിന്റെ പിടിയിലുള്ളത്. ഈ ബാക്കിയുള്ളവർ KSU നേതാക്കളും ഭാരവാഹികളുമെല്ലാമാണ്. ഇതിൽ ആഷിഖിനെയും അതുപോലെ ഷാലിക്കിനെയും നേരത്തെ തന്നെ റിമാൻഡ് ചെയ്തിരുന്നു. അവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇതിൽ ഈ ഉത്തരേന്ത്യക്കാർ പറയുന്നതനുസരിച്ച് ഈ ഒഡീഷയിൽ നിന്നും ഇടനിലക്കാർ വഴിയാണ് ഇവർ വലിയ തോതിൽ കഞ്ചാവ് വാങ്ങി ഇത്തരത്തിൽ വിൽക്കുന്നത്. ഈ ഇത്തരത്തിൽ വാങ്ങിയ കഞ്ചാവാണ് 4 കിലോ കഞ്ചാവാണ് ഈ ആഷിക്കിനും അതുപോലെ ഷാലിക്കിനും ഈ ഉത്തരേന്ത്യക്കാർ കൈമാറിയത്. ഇവരാണ് പിന്നീട് ആകാശിന് കൈമാറിയത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ശൃംഖല നടന്നത്. എന്നാൽ ഈ 4 കിലോ കഞ്ചാവിൽ 2 കിലോയാണ് കളമശ്ശേരിയിൽ നിന്ന് കണ്ടെത്തിയത്. എന്നാൽ ഈ മറ്റ് 2 കിലോ കഞ്ചാവ് ഇവർ എവിടെയൊക്കെ വിതരണം ചെയ്തു എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് 2 കിലോ ഈ ആഷിക്കും ഷാലിക്കും തന്നെയാണ് കൈമാറിയത്. ഷാലിക്ക് KSUയുടെ മുൻ യൂണിറ്റ് സെക്രട്ടറിയാണ്. അതുപോലെ ഈ ഷാലിക്കാണ് യൂണിറ്റ് സെക്രട്ടറി, ആഷിഖ് KSU നേതാവാണ്. ഇവർ 2 പേരും ഇത്തരത്തിൽ 2 കിലോ കഞ്ചാവ് മറ്റെവിടെയാണ് വിൽപ്പന നടത്തിയതെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. മാത്രമല്ല കോളേജുകൾ, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ കഞ്ചാവ് വിൽപ്പന എന്താണ് പോലീസിന് കിട്ടിയ വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ കഞ്ചാവ് വിറ്റിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. മാത്രമല്ല ഇതിൻ്റെ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കും. ഇത്തരത്തിൽ വലിയൊരു ശൃംഖല ഈ കൊച്ചിയിൽ ഈ കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഉത്തരേന്ത്യക്കാർ ആയി പ്രവർത്തിക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ആളുകളായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവരിലേക്കെല്ലാം തന്നെ അന്വേഷണം നീളും. സംഘങ്ങളായിട്ടാണ് ഇവർ ഇത്തരത്തിൽ കൊച്ചി നഗരത്തിൽ വ്യാപകമായി കഞ്ചാവ് വിൽപ്പന നടത്തുന്നതെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ തന്നെയാണ് ആ സംഘത്തിൻ്റെ തീരുമാനം. നിലവിലുള്ളവരെ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. 7 പേരും റിമാൻഡിലാണ്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യും. മാത്രമല്ല എവിടെയൊക്കെ ഇവർ ഇത്തരത്തിൽ കഞ്ചാവ് വിറ്റിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുക. എന്തായാലും ഈ 4 കിലോ കഞ്ചാവാണ് ആഷിക്കിനും അതുപോലെ ഷാലിക്കിനും ഈ ഉത്തരേന്ത്യയിൽ നിന്നെത്തിയ ആളുകൾ കൈമാറിയതെന്നാണ് പോലീസിന് വിവരം ലഭിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആഷിക്കിനെയും ഷാലിക്കിനെയും വിശദമായി ചോദ്യം ചെയ്യും. ആകാശം നിലവിൽ റിമാൻഡിലാണ്. ആകാശാണ് ഇത്തരത്തിൽ കോളേജിൽ വിൽപ്പന നടത്താൻ പദ്ധതിയിട്ടത്. ഇവർ 3 പേരും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളാണല്ലോ. അവർ 3 പേരും KSU നേതാക്കളാണ്. ഈ ഷാലിക്ക് നമുക്കറിയാം യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. ആകാശ് KSUവിൻ്റെ പ്രവർത്തകരാണെന്ന് അവിടുത്തെ ഇപ്പോഴത്തെ ഭാരവാഹികൾ തന്നെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആഷിഖും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ KSU നേതാക്കൾ സ്ഥിരം കഞ്ചാവ് ഇടപാടുകാരായിരുന്നോ? അവർക്ക് സ്ഥിരം ഈ ഉത്തരേന്ത്യൻ സ്വദേശികളുമായിട്ടുള്ള കഞ്ചാവ് ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നാണോ പോലീസ് ഇപ്പോൾ മനസ്സിലാക്കിയെടുത്തിരിക്കുന്നത്? മനു, ഇതുവരെയുള്ള ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. കാരണം 4 കിലോ കഞ്ചാവാണ് ഇവർ ഇത്തരത്തിൽ ഈ ഉത്തരേന്ത്യക്കാരിൽ നിന്ന് വാങ്ങിയത്. ഇവർ മുൻപും ഇത്തരത്തിൽ സ്ഥിരമായി വാങ്ങി വിൽപ്പന നടത്തുന്ന ആൾക്കാരാണെന്ന് നേരത്തെ തന്നെ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഇത്തരത്തിൽ പരിശോധന കർശനമാക്കിയത്. മാത്രമല്ല ഇവർ ഷാലിക്കിൻ്റെ വീടിനടുത്താണ് ഈ ഉത്തരേന്ത്യക്കാർ താമസിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിൽ കഞ്ചാവ് ഇടപാട് ഇവരിൽ നിന്ന് നടന്നിട്ടുണ്ട് എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. എവിടെയൊക്കെ ഇത്തരത്തിൽ കഞ്ചാവ് എത്തിക്കുന്നു
എത്തിക്കുന്നുണ്ട് ഈ ആഷിക്കും ഷാലിക്കും എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ 4 കിലോ കഞ്ചാവ് വാങ്ങി എന്നതിൽ തന്നെ ആ വിവരങ്ങൾ വ്യക്തമാണ്. കാരണം 2 കിലോ കഞ്ചാവ് മാത്രമാണ് ഇത്തരത്തിൽ പോളിടെക്നിക് കോളേജിൽ വിതരണം ചെയ്യാനായി കൈമാറിയത്. എന്നാൽ ഈ 2 കിലോ കഞ്ചാവ് ഇവർ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൈമാറാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അന്വേഷണം കൂടി വ്യാപിപ്പിക്കാൻ തന്നെയാണ് സംഘത്തിൻ്റെ നീക്കം. കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവർ ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്നത്. ഇവർ കളമശ്ശേരി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനവുമായി വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും ഇത്തരത്തിൽ അവർ കഞ്ചാവ് വ്യാപകമായി ഇവിടെ എത്തിക്കുന്നുണ്ട് എന്ന പോലീസിന് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു പരിശോധന ഈ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായത് തന്നെ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിൽ ഈ ആഷിക്കും ഷാലിക്കും ചേർന്ന് കഞ്ചാവ് വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അത് എവിടെയൊക്കെയാണ് എന്താണ് പ്രധാനമായും അന്വേഷിക്കുന്നത്, ആരൊക്കെയാണ് ഇതിൻ്റെ ഇടനിലക്കാർ. നിലവിൽ 2 ഉത്തരേന്ത്യക്കാരാണ് പിടിയിലായത്. ഇതിൽ മറ്റ് ശൃംഖലകൾ ഇതിലുണ്ടാകത്തുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. എന്തായാലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ശക്തമായി തന്നെയാണ് സംഘം നീങ്ങുന്നത്. മനു.